ഹായ് ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രിൻസ് എന്ന മൂവിൻ്റെ കണ്ട റിവ്യൂ ആണ്. കൂടെ നമ്മൾ ട്രെയിലറും നമ്മളിതിൽ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിൻസ് ഞാൻ കുറച്ച് കഴിഞ്ഞാണ് ട്രെയിലർ കണ്ടത്. ഒരു സിനിമ പെട്ടെന്ന് കണ്ടതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് കരുതി. പ്രിൻസ് ഒരു ഫാമിലി മൂവിയാണ്. അപ്പോൾ പ്രിൻസ് എന്ന് പറയുന്ന മൂവി ദിലീപേട്ടൻ്റെ 150ാമത്തെ ചിത്രമാണ്. മെയ് 9 ഈ സിനിമ തിയേറ്ററിലെത്തിയത്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ഈ ഒരു സിനിമ കണ്ടത്. നമുക്കിത് ട്രെയിലർ ഒന്ന് കാണാം. നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും മയിലും വീടും കേട്ട് നിങ്ങൾ ജീവിതം മഴക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്കും. ഞാൻ നിന്നോടൊരു പെൺകൊച്ചിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. നിന്റെ ഭാഗ്യമുണ്ട്, അവരോട് പറഞ്ഞപ്പോ അവർക്ക് താല്പര്യം. വണ്ടർഫുൾ സിനിമയാണ്. ഫാമിലിക്ക് പറ്റിയ ഒരു സിനിമ. ദിലീപിന്റെ എന്നത്തെക്കാളും വലിയൊരു ഹൈപ്പുള്ള ഭാര്യയും മക്കളുള്ളവർക്ക് ഞാനൊരു കോമഡി പീസായിരിക്കും. എന്റെ അവസ്ഥകളും കോമഡി ആയിരിക്കും. പക്ഷേ എനിക്ക് എന്റെ ലൈഫ് കോമഡി അല്ല സാറേ. ഈ ആണും പെണ്ണും തമ്മില് പ്രേമം എന്നുള്ള സംഗതി മാത്രമല്ല, നല്ല ഒന്നാന്തരം ഫ്രണ്ട്ഷിപ്പും കൊണ്ടുവരണം. ഒരുപാട് ക്യാരക്ടേഴ്സും കുറെ കാസ്റ്റും നടന്ന ഒരു സിനിമ. കാലം തിരശ്ശീല മാറ്റി കൺമുമ്പിൽ കൊണ്ടുവരും. മെയ് 9 ഇത് റിലീസ് ചെയ്തു. എല്ലാവരും ഈ ഒരു സിനിമ കാണുക. അപ്പോൾ പ്രിൻസ് എന്ന മൂവി വളരെ നല്ലൊരു അഭിപ്രായത്തിലൂടെ ഈ ഒരു സിനിമ ജനങ്ങളുടെ മുന്നിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന പേരിലാണ് 2025 പുറത്തിറങ്ങിയ ഒരു മലയാള ഭാഷ കോമഡി ഡ്രാമ കുടുംബ ചിത്രമാണ്. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ഈ കുടുംബ ചിത്രം ഷാരിസ് മുഹമ്മദ് ആണ് തിരക്കഥ എഴുതിയത്. ദിലീപ്, റാണി റാണ, സിദ്ദീഖ് ധ്യാൻ ശ്രീനിവാസൻ, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, മഞ്ജു പിള്ള, ജോസുകുട്ടി, ജേക്കബ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. മാജിക് ഫ്രെയിംസിലൂടെ ലിസ്റ്റൻ സ്റ്റീഫനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. അപ്പോൾ നല്ലൊരു ഡയറക്ഷൻ, നല്ലൊരു കോമഡിയൊക്കെ ഉണ്ട് ഈ പ്രിൻസ് എന്ന സിനിമയിൽ. എഴുതിയത് ഷാരിസ് മുഹമ്മദ്, നിർമ്മിച്ചത് ലിസ്റ്റൻ സ്റ്റീഫൻ, ഡയറക്ട് ചെയ്തിരിക്കുന്നത് ബിൻഡോ സ്റ്റീഫൻ. അഭിനയിക്കുന്നത് പ്രധാന കഥാപാത്രങ്ങൾ ദിലീപ്, റാണിയ റാണ എന്ന് പറഞ്ഞ പുതിയൊരാളും, സിദ്ദീഖ്, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള. ഛായാഗ്രഹണം NODV. അപ്പോൾ 134 മിനിറ്റ് ഇത് തിയേറ്ററിൽ നമ്മളെ ഇരുത്തിച്ചു. ഇന്ത്യ മൊത്തം ഭാഷ. അപ്പോൾ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് പ്രേക്ഷകരുടെ മുന്നിൽ പ്രിൻസ് എന്ന് പറയുന്ന മെയ് 9 ഇറങ്ങിയ ഈ സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ഇതിൻ്റെ അഭിപ്രായവും കമൻസ് ഇട്ട് വിലയിരുത്തിയ ഒരു സിനിമയാണിത്. അപ്പോൾ നിരവധി നമ്മുടെ റിയാലിറ്റിയിലുള്ള പല കഥകളും ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും. റിയാലിറ്റിയിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് അതുപോലെയുള്ള പല കാര്യങ്ങളും ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടന്റ് പരമായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന
ഇപ്പോഴത്തെ 2K കിഡ്സുകൾക്ക് ഒക്കെ അവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങളുടെ രീതിയിൽ ഈ ഒരു സിനിമ കാണുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ലാതെ സ്വന്തം ഒരു അഭിപ്രായം ഈ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോവുക, സിനിമ എൻജോയ് ചെയ്യുക. ബൈ ഫോർ എവർ.